ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ നാട്ടുകാർക്ക് നേരെ പാഞ്ഞെടുത്തിരിക്കുന്നു. പത്തനംതിട്ട പുതുകുളം കടപ്പുഴയിലാണ് സംഭവം ഉണ്ടായത്. പ്രദേശത്ത് കാട്ടാന ശല്യം പതിവാണെന്നും രൂക്ഷമാണെന്നും തോട്ടം തൊഴിലാളികൾ പറയുന്നു. എനിക്കറിയത്തില്ല, ഞാൻ അറിയാതെ ഓടിക്കണം. രണ്ട് ദിവസം മുമ്പ് പമ്പ ചാലക്കയത്തും കാട്ടാനക്കൂട്ടം റോഡിൽ നിലയുറപ്പിച്ചിരുന്നു. പോലീസ് വാഹനമടക്കം അരമണിക്കൂറോളം റോഡിൽ കുടുങ്ങിക്കിടന്നു. സി.കെ. അഭിലാൽ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അഭിലാൽ, പമ്പയിൽ കാട്ടാനക്കൂട്ടം തന്നെയുണ്ട്. ഒപ്പം തന്നെ നേരത്തെ പുതുകുളത്തെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു, അതും ഗൗരവതരമാണ്. ഇവിടെയൊക്കെ സ്ഥിരം ആന ഇറങ്ങുന്ന മേഖല തന്നെയാണോ? എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാകുന്നില്ലേ? ഇവിടെ വനംവകുപ്പ് ഇതൊന്നും അറിയുന്നില്ലേ? പത്തനംതിട്ട മലയാലപ്പുഴയ്ക്ക് സമീപം പുതുക്കുളത്ത് ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങിയത്. 2 ആനകളാണ് ഇവിടെ തോട്ടം മേഖലയിൽ ഇറങ്ങിയത്. ദൃശ്യങ്ങൾ സമീപവാസികൾ തന്നെ പകർത്തുകയാണ് ഉണ്ടായത്. ഈ ഘട്ടത്തിൽ അവർ അല്പം ബഹളം കൂടി വെച്ച സ്ഥിതിക്ക് കാട്ടാന അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കുട്ടികളടക്കമുള്ളവർ വീടിനുള്ളിലേക്ക് അഭയം പ്രാപിച്ച സ്ഥിതിയുണ്ടായി. തുടർന്ന് ലയങ്ങൾക്ക് സമീപമെത്തിയ കാട്ടാനകൾ ചിഹ്നം വിളിച്ച ശേഷം കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. ജനവാസ മേഖല ആണ് എങ്കിൽ പോലും വനാതിർത്തിയോട് ഏറെ അകലം പാലിക്കാത്ത ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്നുള്ളതിനാൽ തന്നെ കാടിറങ്ങി വന്യജീവികൾ ഈ പ്രദേശത്തെത്തുന്നത് ഒരു സാധാരണ സംഭവം മാത്രമാണ്. മറ്റൊന്ന്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപുണ്ടായ സംഭവമാണ്. അത് തീർത്തും വനമേഖലയിലാണ്. ശബരിമല വനമേഖലയിൽ ഉൾപ്പെടുന്ന പമ്പ ചാലക്കയത്താണ് സംഭവം ഉണ്ടായത്. 2 കാട്ടാനക്കുട്ടികളടക്കം 8 ആനകളാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ക്ഷേത്രോത്സവങ്ങളിലൊക്കെ തന്നെ നമ്മൾ പോകുന്ന സമയത്ത് തിടമ്പേറ്റി ആനകൾ നിരനിരയായി നടന്നു പോകുന്നതിന് സമാനമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഉണ്ടായത്. പമ്പയിൽ നിന്നുള്ള പോലീസ് സംഘം രാവിലെ 10 മണിയോടുകൂടി റാന്നി കോടതിയിലേക്കുള്ള യാത്രയിലായിരുന്നു. ഈ സമയത്താണ് പമ്പയിൽ നിന്നും 4 കിലോമീറ്റർ പിന്നിടുന്ന ദൂരത്തിൽ ചാലക്കയത്ത് കാട്ടാനക്കൂട്ടം റോഡ് ബ്ലോക്ക് ചെയ്ത് തന്നെ നടന്നുപോയി എന്ന് പറയാൻ സാധിക്കും. അരമണിക്കൂർ സമയം കാത്തുനിന്ന ശേഷമാണ് പോലീസ് സംഘത്തിന് ഈ വഴി കടന്നു പോകാൻ സാധിച്ചത്. വാഹനത്തിനുള്ളിൽ നിന്നും പോലീസുകാർ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്.